നമുക്ക് കണവ മീനാണ് കിട്ടിയേക്കുന്നത്. കണവയെന്നും കൂന്തലെന്നും ഒക്കെ പറയും. അതിന്റെ നാക്കായത്. ഇത് ചെറിയ മീനാണ്, ഇതിന്റെ വലുതും ഉണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം പതുക്കെ ഇതിന്റെ ഈ തലഭാഗം പതുക്കെ പിടിച്ചെടുക്കണം. ഇതിനകത്തൊരു മഷിയുണ്ട്, അത് പൊട്ടരുത്. ഇതിനകത്താണ് മഷി ഇരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇതിന്റെ പുറത്തൊരു തൊലിയുണ്ട്, അതിങ്ങനെ ഇളക്കി കളയണം. പാട പോലും ഇളകി വന്നോളൂ. പെട്ടെന്ന് വൃത്തിയാക്കാം ഇത്. ഇതിനകത്തൊരു നാക്കുണ്ട്, ഇങ്ങനെ അത് ഇളക്കി മാറ്റണം. ഇതൊന്ന് ഇളക്കി മാറ്റട്ടേന്. പണ്ട് ആദ്യമായിട്ട് ഞാൻ കണവ വാങ്ങിച്ചപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് ഇങ്ങനെ പിടിച്ചൊരു ഞെക്കിയപ്പോൾ അതിനകത്തുനിന്ന് മഷി എല്ലാം കൂടെ ദേഹത്തും മുഖത്തും എല്ലാം കൂടെ തെറിച്ച്. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അവസാനം നോക്കിയപ്പോൾ കണവ കാണാനില്ല, ഫുള്ള് മഷിയായി. പിന്നെ ഞാൻ എല്ലാം കൂടെ എടുത്തങ്ങ് മാറ്റിയങ്ങ് അത് മൊത്തം ഇതായിപ്പോയി, അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നല്ലപോലെ ചെയ്യാൻ അറിയാം. കൂന്തലെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അരിഞ്ഞില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടുന്നത് സവാള ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, കറിവേപ്പില. ഇവിടെ റോസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ബാക്കി വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചെടുക്കണം. അതിന് ചെയ്യുന്ന കാണിക്കാം. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ അരിയാം. ഇതിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് അരിയുകയും ചെയ്യാം. ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഈ ഒരു വലുപ്പത്തിലെല്ലാം അരിഞ്ഞെടുക്കുക. ഇത് അരിഞ്ഞിട്ട് വേവൊന്നുമില്ല, കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണവ റോസ്റ്റ് ചെയ്യാനായി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. ചതച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, സവാള ഉള്ളി, കറിവേപ്പില ഇങ്ങനെ വഴറ്റിയെടുക്കും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഉള്ളി എല്ലാം സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി. ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോ ആ എണ്ണ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. ആ എണ്ണയിൽ ഇങ്ങനെ ഈ പൊടിയും മൂക്കും. മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കും. പൊടിയെല്ലാം മൂത്ത് ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട്. തക്കാളി ചേർത്ത് ഒരു തക്കാളിയാണ് ചേർത്തത്. കണവ ചേർത്ത് കൊടുക്കുക. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കണവ എല്ലാം കൂടെ ഒരുമിച്ച് പൊടികളെല്ലാം ചേർത്ത് വേവിച്ചെടുക്കുക. ഒരുമിച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ നല്ല വെന്ത് വരുമ്പോൾ കടുക്
പൊട്ടിച്ചൊഴിക്കുക, അങ്ങനെയും ചെയ്യാം. കുറച്ച് വറുത്ത ഉലുവപ്പൊടി, ഒരു നുള്ള്, ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കും. വെള്ളം ഒഴിക്കണ്ട, തിളയ്ക്കുമ്പോൾ ഇരുന്ന് വെള്ളം വന്നോളൂ. അടച്ചു വയ്ക്കുക. കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുക. വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ പറ്റിച്ചെടുക്കുക. ഇപ്പൊ ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണൊന്ന് കണ്ടാല് കണവ റോസ്റ്റ്, മോര് കാച്ചിയത്, വള്ളിപ്പയർ തോരൻ. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണവ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.